ഹലോ ഗൈസ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഞാനെങ്ങനെ നെയിൽ പോളിഷൊക്കെ അപ്ലൈ ചെയ്യുന്നതെന്നുള്ളതാണ്. ഇതിന് മുന്നേയും ഞാൻ 2-3 വീഡിയോസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ എൻ്റെ ചാനലിൽ പോയിട്ട് അതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഇപ്പം ജസ്റ്റ് നെയിൽ പോളിഷ് റിമൂവ് ചെയ്ത് ഒന്ന് അപ്ലൈ ചെയ്യുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇതല്ലാതെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു നെയിൽ പോളിഷിൻ്റെയും നമ്മളുടെ കൈ എങ്ങനെ കെയർ ചെയ്യാമെന്നുള്ളൊക്കെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ കാണിക്കുന്ന കുറേ സ്റ്റെപ്പുകളൊന്നും ജസ്റ്റ് ഇതിൽ കാണിക്കുന്നില്ല. ഇതിൽ നൈസായിട്ട് എങ്ങനെയാണ് ചെയ്തു പോണേന്നുള്ളത് മാത്രമേ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യുന്നത് നമ്മുടെ റിമൂവർ 2 ടൈപ്പ് ഉണ്ടല്ലോ. കോട്ടൺ പാഡിൻ്റെ ഉള്ളതുണ്ട്, സാധാ ലിക്വിഡ് ആയിട്ടുള്ളതുണ്ട്. ഞാൻ കോട്ടൺ ആണ് യൂസ് ചെയ്യുന്നത്. അത് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് നെയിൽ പോളിഷ് റിമൂവ് ചെയ്ത് കളഞ്ഞു. അതിന് ശേഷം കുറച്ച് സ്റ്റെപ്പുകളൊക്കെ ചെയ്തതിന് ശേഷം നെയിൽസ് കട്ട് ചെയ്ത് ഞാൻ ഫസ്റ്റ് ക്ലിയർ കോട്ട്, അതായത് വേറെ കളറുകളൊന്നും ഇല്ലാത്ത സാധാ നെയിൽ പോളിഷ് അടിച്ചു കൊടുക്കുകയാണ്. അതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കളറുള്ള നെയിൽ പോളിഷ് അടിക്കുമ്പോൾ നമ്മുടെ നഖത്തിൽ ആ കളർ പിടിച്ച് കളർ ചേഞ്ച് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നഖത്തിനെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാമെന്നുള്ളൊരു കാര്യമുള്ളത് കൊണ്ടാണ് അത് ചെയ്തത്. അതിന് ശേഷമാണ് നമുക്ക് ഇഷ്ടമുള്ള നെയിൽ പോളിഷ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ കൂടുതലും ഈ ഷെയ്ഡ് കൂടുതൽ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ചില സമയത്ത് മൈൻഡ് അനുസരിച്ചിട്ട് ലൈറ്റ് ഷെയ്ഡും യൂസ് ചെയ്യാറുണ്ട്. അതൊക്കെ ഓരോ മൈൻഡും മൂഡൊക്കെ പോലെയാണ്. എനിക്ക് കൂടുതലും ഡാർക്ക് കളറാണ് കേട്ടോ ഇഷ്ടം. പിന്നെ സ്കൂളിലൊക്കെ പോയിക്കൊണ്ടിരുന്ന സമയത്താണെങ്കിൽ എല്ലാ ആഴ്ചയും ഞാൻ മാറി മാറി ഇടിവെട്ട് കളറുകളൊക്കെ ഇട്ടുണ്ട്. പിള്ളേർക്ക് അങ്ങനത്തെ കളറൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ടീച്ചറെ നാളെ അത് ഈ കളർ ഇട്ടുകൊണ്ട് വരാമോ ടീച്ചറെ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഇഷ്ടമാണോ എന്നൊന്നും നോക്കില്ല, പിള്ളേരുടെ ഇഷ്ടത്തിനുള്ളത് നമ്മൾ ചെയ്യും. അങ്ങനെയൊക്കെയായിരുന്നു. ഇപ്പോൾ എന്നാലും കൂടുതലും ഇതുപോലത്തെ ഡാർക്ക് ഷെയ്ഡുകളാണ് കേട്ടോ യൂസ് ചെയ്യാറ്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു കോട്ട് നമ്മുടെ നോർമൽ നെയിൽ പോളിഷ് അടിച്ചതിന് ശേഷം സെയിം കളറ് 2 പ്രാവശ്യം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കും. എന്നാലാണ് ആ ഡാർക്ക് ഷെയ്ഡ് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഏത് ടൈപ്പ് നെയിൽ പോളിഷ് ആണെങ്കിലും 2 കോട്ടോ ചിലപ്പോൾ 3 കോട്ട് വരെ അടിക്കേണ്ടി വരാറുണ്ട്, നല്ല കളറ് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ 2 പ്രാവശ്യം നെയിൽ പോളിഷ് അപ്ലൈ ചെയ്തിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് ലാസ്റ്റായിട്ട് നമ്മൾ ആദ്യം അടിച്ച ആ ക്ലിയർ ആയിട്ടുള്ള നെയിൽ പോളിഷ് ഇല്ലേ, അതും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കും. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി നാൾ ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇതൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അടുക്കളയിലൊക്കെ പണിയെടുക്കണോണ്ട് പെട്ടെന്ന് ഇങ്ങനെ സൈഡിൽ നിന്നൊക്കെ പൊളിഞ്ഞു പോകാറുണ്ട്. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.